ഹലോ, നമ്മളിപ്പോൾ ബാർദുബയിലാണ് കേട്ടോ. അപ്പം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന തിരക്കിലാണ്. ജോലി കഴിഞ്ഞ് അവരവർ പ്രവാസികളൊക്കെ അവരവരുടെ ജീവിതം നോക്കി പോകുന്ന ഒരു നേരമാണ്. ഇനി ചെല്ലണം, ഓരോരുത്തരും റൂമിൽ പോയിട്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പം അതിനുള്ള തിരക്ക് പിടിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ബാർദുബായിലെ സ്ട്രീറ്റിലെ സായം സന്ധ്യയുള്ള മനോഹരമായ ഒരു ദൃശ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ റോഡൊക്കെ വെറുമൊരു മൺപാതയായിരുന്നു എന്നൊക്കെ. നമ്മുടെ ദുബായ് ടാക്സി കണ്ടത് ദുബായിലുള്ളവരോട് പറയേണ്ട കാര്യമില്ല, നാട്ടിലുള്ളവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ട്രാഫിക് കൂടുതലാവും. ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർ ഈ തിരക്ക് പിടിച്ച് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുന്നവർ ഈ സമയത്ത് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാം. ചിലർ തിരക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആക്സിഡൻ്റ് സാധ്യത. വെള്ളത്തിൻ്റെ വണ്ടിയാണ്, വെള്ളമൊക്കെ ഇറക്കുന്നുണ്ട്. ഇവരെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ലിഫ്റ്റിലേക്കൊക്കെ വെള്ളമൊക്കെ കയറ്റി കൊണ്ടുപോവുക. ലിഫ്റ്റ് ഇല്ലാത്തവർക്ക് സ്റ്റെയർ കേസ് വഴി ഒക്കെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയൊക്കെ ചെല്ലുന്നവർ എന്തെങ്കിലുമൊക്കെ ടിപ്സായിട്ട് 2 രൂപയൊക്കെ അവർ കൊടുത്താൽ നന്നായിരിക്കും. കാരണം അത്രയും കഷ്ടപ്പാടാണ് അവരുടെ ജീവിതം. കണ്ടില്ല, ട്രോളിയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടില്ല. ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടി പോയിട്ട് വരുന്നുണ്ട്. ഈ പച്ച ബൈക്ക് ഇങ്ങനെ ഫുഡൊക്കെ പാർസൽ ചെയ്യണ ചില ഹോട്ടൽസിൻ്റെ അല്ലെങ്കിൽ പാർസൽ കമ്പനിയുടെ ഒക്കെ ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ താറൂഫ് ഹോട്ടലൊക്കെ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പാം ബീച്ച് ഹോട്ടലിൻ്റെ ഏരിയ ആണിത്. ഇവിടെയൊക്കെ പഴയ കാലത്ത് കാണുന്ന പോലെയല്ല. ഇവിടെ മുമ്പ് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് പൊളിച്ചു. ഇവിടെ ഇപ്പോൾ അവിടെ മരുഭൂമിയായിട്ട് കിടക്കുകയാണ്. എന്നാൽ കണ്ടില്ല, നമ്മുടെ അവിടെയാണ് പാം ബീച്ച് ഹോട്ടൽ. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ഏരിയയിലേക്കൊക്കെ പോകാൻ പറ്റിയ റോഡാണ് കേട്ടോ. നമ്മുടെ പാകിസ്ഥാനി എന്നിട്ട് ഫോൺ ചെയ്യുന്നുണ്ട്. അവിടെ തൊപ്പി നല്ല ഭംഗിയാണത്. പിന്നെ ഇത് ബൈക്കിൽ ഒരു അന്നം തേടിയിട്ടുള്ള പോക്കാണ്. പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന ആൾക്കാരിങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ എല്ലായിടത്തും ഇരിക്കുക ചില സ്ഥലത്തൊക്കെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉള്ള ഒരു ഏരിയ അല്ല. ചില സ്ഥലങ്ങളിലൊന്നും റോഡ് വക്കിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ഇതേ ഒരു പൊക്കം കൂടിയ ബിൽഡിങ്, അവിടെ ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടേക്കും. അവിടുത്തെ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇപ്പോൾ അവിടെ ഒരു ബിൽഡിങ് ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു കഫ്റ്റേരിയ ഉണ്ട്. ഇതിലങ്ങോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് റോള സ്ട്രീറ്റിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഒരു കഫ്റ്റേരിയ ഉണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചായ ഒക്കെ കുടിക്കും. ഇവിടെ ഓവർ ബ്രിഡ്ജിൻ്റെ മേലൊക്കെ ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നേരെ അതുപോലെ ഷാർജ ഒക്കെ പോകാൻ പറ്റും. ഒരു പട്ടിയെ കൊണ്ടതേ ഒരു ചേച്ചി പോകുന്നു. ഇവിടെ ഫ്ലാറ്റിലൊക്കെ ചിലർ പട്ടിയെ വളർത്തും കേട്ടോ. പിന്നെ ഒരു സൈലൻ്റ് ഏരിയ ആണെങ്കിലും നല്ല തിരക്കുള്ളൊരു ഏരിയയാണ്. വലിയ അപകടങ്ങളും കാര്യങ്ങളും പിടിച്ചുപറി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ചില ഏരിയയിൽ ഇവിടെ ഇങ്ങനെ ഒരു ജെൻസ് എല്ലാം ഉണ്ട്. മുടി വെട്ടുന്നവരൊക്കെ ഏരിയയിലുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നാൽ നന്നായിട്ട് മുടിയൊക്കെ വെട്ടി തരും കേട്ടോ. ഇവിടെ ഇങ്ങനെ ജോലി കഴിഞ്ഞ് ടാക്സിയിൽ വരുന്ന ആൾക്കാരുണ്ട്, ലൈസൻസില്ലാത്തവർ. ഇതിലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ റോട്ടിലേക്ക് പോയി നോക്കാം. ഞാനിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ വന്ന വഴിക്കിൽ കൂടെ തന്നെയാണ് ഈ പോണത് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ പിക്കപ്പൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോണുമായി ഇങ്ങനെ വീഡിയോ എടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും CIDയിലൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫോണ് പിടിച്ച് പരിശോധിക്കും. അപ്പോൾ ഫോണിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരപ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്യും. പലതും കാണുമല്ലോ ഫോണിൽ. അപ്പോൾ നമ്മളിത് ഇപ്പുറത്തേക്ക് എത്തിയിട്ടാണ്. അപ്പം നേരത്തെ കണ്ട ആ പാലം കണക്റ്റഡ് ആണ്. ഇവിടെ കണ്ടില്ലേ, ആ പാലം ഇങ്ങനെ കണക്റ്റഡ് ആണ്. ഇവിടെയൊക്കെ
വളരെ വൃത്തികേടായിട്ട് കിടന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഒക്കെ വൃത്തിയാക്കി ഇവിടെ ഇങ്ങനെ ഒരു മരം നിൽക്കുന്നുണ്ട്. ഈ മരുഭൂമിയിൽ കാണുന്ന ഒരു മരമാണ്. ഇതിന് വെള്ളമൊന്നും വേണ്ട. ഇതിങ്ങനെ നമ്മുടെ പുളിയുടെ ഇല പോലെയൊക്കെ ഉണ്ട്, ഒരു മുള്ളുണ്ടാവും. ശ്രദ്ധിച്ച് അതിൻ്റെ അടുത്തേക്ക് ചെന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഏരിയ കണ്ടില്ലേ, നമ്മൾ വന്ന ഏരിയയാണ് അത്. അപ്പോൾ ഞാൻ തിരിച്ച് ആ വഴിക്കിൽ തന്നെ പോണത്. അപ്പോൾ ഇത് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമൻറ്റിൽ രേഖപ്പെടുത്തുക. കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന കണ്ടില്ലേ, കുട്ടികളെ കവർ ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിറ്റി വയലൻസ് എന്ന് പറഞ്ഞിട്ട് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ ട്രാഫിക് നല്ല ജാമായിട്ടാണ്, നല്ല തിരക്കാണ്. ബസ്, ഞങ്ങളുടെ ദുബൈയിലെ ബസ് നോക്കി എത്ര മനോഹരമായിട്ടിരിക്കുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഇന്നത്തെ സായാഹ്ന വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. പിന്നെ നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. വീഡിയോസ് എടുത്തിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, സമയക്കുറവ് കാരണം നമ്മളത് എഡിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതാണ് ദുബൈയുടെ ഈ ഏരിയ ഒക്കെ ഇങ്ങനെയാണുള്ളത്. ഇതേ സൈക്കിളിൽ പോകുന്ന, ജോലി കഴിഞ്ഞ് സൈക്കിളിൽ പോകുന്ന ആൾക്കാരാണ്. അവിടെ നിന്ന് ഒരാളിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.